ഇന്ന് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ടീം രാജിൻ്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. സോ ദേ കെയിം ടു കൊച്ചി. ഇതൊരു സെമി ക്ലാസിക്കൽ കൊറിയോഗ്രാഫിയാണ്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ ക്യാമറ താഴെ വീണ് പോകുന്നു. മിക്കവാറും എല്ലാ ആൾക്കാരും ഇത് കണ്ടിട്ടുണ്ടാവും. ഗഹ്ര ഹുവ ആ പാട്ടിൻ്റെ വർക്ക്ഷോപ്പാണ്. അപ്പം ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വ്ലോഗ് എടുക്കണം, ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാനത് മറന്നുപോയി. ഞാൻ എണീറ്റപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ കുറച്ച് ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വ്ലോഗായിട്ട് എടുക്കാം. ലൈക്ക് ജസ്റ്റ് അങ്ങനെ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാണ്ട് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ മാറും. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ യൂഷ്വലി എല്ലാ ദിവസവും ചെയ്യുന്നത് തന്നെയല്ലേ, അതൊന്നും വലിയ മാറ്റമൊന്നുമില്ല. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി കുട്ടി വ്ലോഗ്, ഒരു വർക്ക്ഷോപ്പ് ഡേ. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ റെഡി ആയിട്ട് കാണാം. അങ്ങനെ ഞാൻ റെഡിയായി. സെറ്റിംഗ് സ്പ്രേ കൂടെ അടിച്ചാൽ നമ്മുടെ പരിപാടി കഴിയും. അയ്യോ, എൻ്റെ മുട്ടിയൊക്കെ മുതുക്കി വെക്കട്ടെ. ഇതങ്ങ് ഡ്രൈ ആവട്ടെ. സോ വി ആർ ഡൺ വിത്ത് ഹെയർ ആൻഡ് മേക്കപ്പ്. കൂടി ഞാനിപ്പോൾ കെട്ടി വെക്കും, അത് വേറെ കാര്യം. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് ഐ എം ഗെറ്റിംഗ് ലേറ്റ്. കാരണം 10:30 അല്ല 11 മണിക്ക് വർക്ക്ഷോപ്പ്. ആക്ച്വലി ഇപ്പോൾ 10:15 ആയിട്ടുള്ളൂ. എനിക്ക് ഇവിടുന്ന് 1.5 മണിക്കൂറേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യാൻ, അതിന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാനവിടെ 1 മണിക്കൂർ ഇറങ്ങിയാൽ തല കറങ്ങി വീഴും. ബിക്കോസ് ഞാൻ ഇന്നലെ ഉറങ്ങിയതുമില്ല. I'm a kind of mess. കുഴപ്പമില്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോട്ടെ. ആക്ച്വലി ഐ എം റണ്ണിങ് ലേറ്റ്. സോ എൻ്റെ ഓട്സിൽ പാടമാക്കും. പാത്രത്തിനൊന്നും അത്ര വലിയ എസ്തെറ്റിക് വൈബില്ല. ഞാനല്ല ഇവിടെ പറഞ്ഞിരിക്കണ. ഓൾ സെറ്റ്, ഓൾ ഗുഡ്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ഫിറ്റ് ചെക്കിന് വന്നതാണ്. സീ, ലുക്ക് അറ്റ് മൈ ഔട്ട്ഫിറ്റ്. ഞാൻ റൂമെത്തി. ഒരു കാര്യം കാണിച്ചിട്ടെ, ഇവിടെ ഭയങ്കര മഴയാ. ആൻഡ് ഈ വർക്ക്ഷോപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡാൻസ് എല്ലാം കൊറിയോഗ്രാഫി എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു ഷോക്കേസ് വയ്ക്കും. ഷോക്കേസിൽ അവിടെ റാൻഡമായിട്ട് 1-2 പേരെ പിക്ക് ചെയ്തിട്ട് അവർ സോളോ ആയിട്ട് പെർഫോം ചെയ്യും. അപ്പം അതിനകത്ത് ഞാനും ഉണ്ടായിരുന്നു. എന്നെ പിക്ക് ചെയ്തു ആൻഡ് ഐ ഡാൻസ്ഡ്. പക്ഷേ ഞാനിടയ്ക്ക് കുറച്ച് സ്റ്റെപ്പൊക്കെ മറന്നുപോയി. ലൈക്ക് ഞാൻ ഭയങ്കര സ്ട്രെസ്സായിപ്പോയി. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ ഡാൻസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നെ പിക്ക് ചെയ്തപ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പിനെസ് മാത്രമല്ല, ടെൻഷനും സ്ട്രെസ്സൊക്കെ ആയിരുന്നു. ഐ എം എ ബിഗ് ഫാൻ ഓഫ് നിക്കോൾ. ഐ ലവ് ഹർ ഗ്രേസ് ആൻഡ് എവറിത്തിങ്. പിന്നെ എന്തിനാ ഇങ്ങനെ വർക്ക്ഷോപ്പിന് പോകുന്നത്, നമുക്ക് എന്താ അവിടെ നിന്ന് കിട്ടാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു കൊറിയോഗ്രഫി നമുക്ക് പഠിപ്പിക്കാം, ഒരു കൊറിയോഗ്രഫി, ഒരു ഡാൻസിൻ്റെ കൊറിയോഗ്രഫി നമുക്ക് പഠിക്കാം. അതിലുപരി നമുക്ക് പുതിയ ഡാൻസേഴ്സിനെ മീറ്റ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള കൊറിയോഗ്രാഫറിൻ്റെ കൂടെ നമുക്ക് ഡാൻസ് ചെയ്യാം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിലീഫ് ഫോർ മീ. അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ 9 to 5 ജോബൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വീക്കെൻഡ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളത് ഭയങ്കര ഒരു സമാധാനമാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ആരും നമ്മളെ ജഡ്ജ് ചെയ്യാനൊന്നുമില്ല. ഒരു ജഡ്ജ്മെൻറ്റ് ഫ്രീ സോൺ. നമ്മൾ പോകുന്നു, നമുക്ക് ഇഷ്ടമുള്ള പാട്ടിന്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ടല്ല, അവർ പഠിപ്പിക്കുന്ന പാട്ടിന് കൊറിയോഗ്രഫി പഠിച്ചിട്ട് നമ്മൾ ഡാൻസ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ള ക്ലോത്ത്സ് ഇടുന്നു, നമ്മളിഷ്ടമുള്ള ആൾക്കാർക്ക് സംസാരിക്കുന്നു, നമ്മളിഷ്ടമുള്ള ആൾക്കാരുമായിട്ട് ഡാൻസ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ വീക്കെൻഡ്സൊക്കെ ഫ്രീ ഒക്കെയാണ്, വേറെ പരിപാടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് ഡാൻസൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഷുവർ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.